നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ മില്ലറ്റ് വെച്ചൊരു പ്രഥമനാണ് ഉണ്ടാക്കുന്നത്. മില്ലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോതമ്പും ബാർലിയും ഒക്കെ പോലെ തന്നെയുള്ള ഒരു ധാന്യമാണ്. അപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ചാമയാണ്. പല വെറൈറ്റി, അതായത് പല പേരിൽ മില്ലറ്റ് ഉണ്ട്, പല തരത്തിലുള്ളതുണ്ട്. അപ്പോൾ ഞാനിവിടെ ചാമ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്രഥമനാണ്. അപ്പോൾ ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് മില്ലറ്റ് പ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടുവരാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് മില്ലറ്റാണ് എടുത്തിരിക്കുന്നത്. മില്ലറ്റിനെ മലയാളത്തിൽ ചാമ എന്നാണ് പറയുക. അപ്പം മില്ലറ്റ് ശരിക്കും 2 തരത്തിലുണ്ട്. ഒന്ന് കുറച്ച് വലുതായിട്ട്, ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ തരി പോലെയുള്ള ഇങ്ങനെയുള്ള മില്ലറ്റാണ്. 1.5 കപ്പ് 2ാം പാല്, 3/4 കപ്പ് 1ാം പാല്, ശർക്കര ഉരുക്കിയെടുത്തതാണ്. ഞാനൊരു 300 ഗ്രാം ശർക്കരയാണ് നന്നായിട്ട് ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, വറുത്തിടാൻ ആവശ്യമായ തേങ്ങാക്കൊത്ത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ആവശ്യമായ നെയ്യ്, അവസാനം ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് തേങ്ങാക്കൊത്തും അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിപ്പം കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുക്കർ ചൂടാക്കി അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ചൂടായി വന്നപ്പോൾ ഞാൻ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മില്ലറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലോട്ട് ഒന്നിട്ട് കൊടുക്കാം, നെയ്യിലോട്ട്. ഒരു 5-6 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ്. ഇനി നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാനൊരു 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിത് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ കുക്കറിലിട്ടതിന് ശേഷം ഒരു ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നു കഴിഞ്ഞ് ആവി മുഴുവൻ പോയി കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് വെന്ത് കിട്ടുന്നതാണ്. നമുക്ക് നോക്കാം എത്ര വിസിൽ എടുക്കുന്നുണ്ടെന്ന്. അപ്പം ഞാനിത് ക്ലോസ് ചെയ്തിട്ടൊന്ന് വേവിക്കാൻ പോവാണ്. അപ്പം നമ്മുടെ മില്ലറ്റ് വെന്ത് വന്നിട്ടുണ്ട്. 2 വിസിലാണ് വന്നത്. 2 ഹൈ ഫ്ലെയിമിലുള്ള വിസിൽ വന്നിട്ട് ഫുൾ ആവി പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഒന്ന് മിക്സ് ചെയ്യാം. ശർക്കര ഉരുക്കി വെച്ചതാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി സ്റ്റവ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മില്ലറ്റ് ഈ ശർക്കര പാനിയിൽ ഒന്ന് കിടന്നായിട്ട് വരണം. ഒന്ന് തിക്കായി വരും. അപ്പോൾ ശർക്കരയും നമ്മുടെ ഈ മില്ലറ്റും എല്ലാം കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരല്പം കൂടി നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കണം. നെയ്യൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപയോഗിച്ചാൽ മതി. നമ്മൾ ഈ തേങ്ങയും അതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ വറുക്കുമ്പോൾ നെയ്യിലാണ് വറുത്തെടുത്തത്. അപ്പോൾ ചില ആൾക്കാർക്ക് നെയ്യ് കൂടുതലുള്ളതായിരിക്കും ഇഷ്ടം. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു സ്പൂണിൽ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു പാകം. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതൊന്ന് തിളച്ച് വന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. ഒരു പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ട് വരണം. അപ്പം ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ 2ാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളിയൊക്കെ വന്നു, ഒന്ന് വറ്റി നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഏലക്കാപ്പൊടി ചേർക്കുകയാണ്. അതുപോലെ ജീരകം പൊടിച്ചത്, ഒരു നുള്ള് ഉപ്പ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, നല്ല തേങ്ങാക്കൊത്ത് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ മില്ലറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മില്ലറ്റ് ചാമയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മില്ലറ്റ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മില്ലറ്റ് വെച്ച് നമ്മൾ സാധാരണ ഒന്നും അങ്ങനെ പ്രഥമനോ പായസമോ ഒന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇത് നിങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള ഒന്നാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി കാണുന്നവരെ ബൈ.